സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രം നമുക്കൊരു ജോലിയിലോട്ട് എത്താനായിട്ട് സാധിക്കും. അത് IT ആണെങ്കിലും നോൺ IT ആണെങ്കിലും സാധിക്കും. ഇന്നും വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോബിലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കുമെന്ന്. പക്ഷെ അങ്ങനെ നമുക്കൊരു സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ചാൾ മുൻപൊക്കെ വരെ. പക്ഷെ ഇപ്പോഴും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലോട്ടും ഈ സർട്ടിഫിക്കറ്റിലുപരി അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള വർക്കുകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബിൽ അവരെന്താണ് റിക്വയർമെന്റ് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് ആ ഒരു ജോലി കിട്ടത്തുള്ളൂ. ഇന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ജോബിലോട്ട് എത്തിപ്പെടാൻ സാധിക്കും. കാരണം നമുക്ക് സ്കിൽസ് ഉണ്ടെങ്കിലും. അതുകൊണ്ടാണല്ലോ ഇപ്പം ബിടെക്കിലൊക്കെ ആണെങ്കിലും സപ്ലീസ് ധാരാളം ഉള്ളവരായിരിക്കും ചിലപ്പോൾ അവരുടെ ബാച്ചിൽ ഏറ്റവും നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റുകളില്ല, എങ്കിലും ഏറ്റവും ഹൈ എൻഡ് സാലറിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം അവർക്ക് പണി അറിയാം. അതുകൊണ്ടാണ് അവർക്ക് നല്ലൊരു ജോബിലോട്ട് എത്തിപ്പെടാൻ സാധിച്ചത്. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, സർട്ടിഫിക്കറ്റുകൾ എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടി വെക്കാവോ അതുകൊണ്ട് ഒരു പ്രയോജനം നോർമലി ഇല്ല. നിങ്ങളുടെ സ്കിൽസിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. എവിടെ നിന്നൊക്കെയാണോ നിങ്ങൾക്ക് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ എല്ലാ സോഴ്സും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് നല്ലൊരു ജോബിലോട്ട് എത്തിപ്പെടുക.